പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരമപിതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഇത് എൻ്റെ മകൾ അപർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കാനിടയായത് എൻ്റെ മകൻ പറഞ്ഞ ഒരു ട്രോളിലൂടെയാണ്. അടുത്ത വീട്ടിലെ ചേച്ചി തന്ന ഒരു ഫോണിൽ ഞാൻ ആദ്യമായിട്ട് അച്ഛന്മാരുടെ ടോക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുറേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, അതാ കൃപാസനത്തിലെ പത്രം ചമ്മന്തി അരച്ച് കഴിച്ച് ആരോ ആശുപത്രിയിലായി എന്നൊക്കെ വന്ന് പറഞ്ഞ് കളിയാക്കി എന്നെ. അങ്ങനെ ഞാൻ കൃപാസനം യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഇവിടുത്തെ സാക്ഷ്യം. മാവേലി എക്സ്പ്രസ്സിന് മുമ്പിൽ ഒരു കുട്ടി മരിക്കാൻ വേണ്ടി പോകുന്നതിനായിട്ട് കോഴിക്കോട് ഇരുന്നപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു കൃപാസനവും പത്രവുമായി ആരോ വന്നു. അങ്ങനെ ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ടോക്കുകളും എല്ലാ ആഴ്ചയിലെ ധ്യാനങ്ങളും എല്ലാം പതിവായി കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഉടമ്പടിയിൽ വേണ്ടത് വിശ്വസ്തതയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും വിശ്വസ്തതയോടെ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കൃപാസനത്തിൽ വരുന്നവർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെയുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പത്രം വാങ്ങിക്കൊണ്ട് തരണം. ഈ പത്രങ്ങളെല്ലാം എനിക്ക് ഒരു സങ്കോചമില്ലാതെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ബാക്കി കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും മാത്രം ഞാൻ ഉടമ്പടി എടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഒത്തിരിയേറെ പത്രങ്ങൾ വാങ്ങി പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കാരുണ്യ പ്രവർത്തികൾ അടുത്തുള്ള 2-3 അനാഥാലയങ്ങളുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞാൻ അവിടെയെല്ലാം പോയി അവർക്ക് വേണ്ട സാധനങ്ങളും സോപ്പ്, ലോഷൻ, അങ്ങനെ തുണി, അവർക്ക് എന്താണോ ആവശ്യമെന്ന് ഓരോ പ്രാവശ്യവും പോകുമ്പം പറയുകയാണെങ്കിൽ അതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്ന് 6/6/2023 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് 10-27 വർഷമായി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആ മൈഗ്രെയിൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു. ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലെങ്കിലും എനിക്ക് ആദ്യം മാറിക്കിട്ടിയത് എൻ്റെ മൈഗ്രെയിൻ ആയിരുന്നു. ആഴ്ചയിൽ 1 ദിവസം എന്നോണം ഞാൻ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനും ട്രിപ്പും ഇട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ശരീരം മുഴുക്കെ വെയിൽ കൊള്ളുമ്പം വല്ലാത്ത അലർജി ഉണ്ടായിരുന്നു എനിക്ക്. വെയിൽ കൊള്ളുമ്പോഴും കുറേ ഭക്ഷണപാനീയങ്ങൾ എനിക്ക് അലർജി ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിയുകയും തലകറങ്ങി വീഴുകയും വളരെ ശ്വാസം മുട്ടലുണ്ടാകുകയും മൈഗ്രെയിൻ കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 10-30 വർഷത്തോളം ഞാൻ വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതെനിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് സാക്ഷ്യം പറയാൻ വൈകിയത് കൊണ്ടായിരിക്കും, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ടൊരു തലവേദന വന്ന് ഞാൻ ഒരിക്കലും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ്, എനിക്ക് ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിച്ചാണ് എനിക്ക് ഈ മൈഗ്രെയിനും എൻ്റെ ശരീരത്തിലെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടിയത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ഭാഗം എങ്ങനെയുണ്ട്. അപ്പം ഈ സാക്ഷ്യം പറയുന്നതിന് ശേഷം അതും കൂടെ മാറിക്കിട്ടുമെന്ന് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. 30 വർഷത്തോളം ആയിട്ടുള്ള അലർജിയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങി കുറേ ഹോസ്പിറ്റലുകളിൽ പോയി അലർജിക്കും മൈഗ്രെയിനും വേണ്ടി. അവസാനം ശ്രീചിത്രയിൽ വരെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശ്രീചിത്രയിലെ ട്രീറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഞാനൊരു നോർമൽ ബോഡിയുള്ള ആളായിരുന്നു. അപ്പം 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞ് എനിക്കിത് കഴിക്കുമ്പം വല്ലാതെ ശ്വാസം മുട്ടുകയും വണ്ണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ അത് നിർത്തി. പിന്നീട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചാണ് എനിക്ക് ഇതെല്ലാം മാറിക്കിട്ടിയത്. ഇതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അലർജി ആയിരുന്നപ്പോൾ ഞാൻ ഐസ്ക്രീം, തൈര് ഇതൊന്നും ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. നാരങ്ങ ജ്യൂസുകൾ, ചില പഴവർഗ്ഗങ്ങൾ, പൊടി, വെയിൽ, സുഗന്ധങ്ങളായാലും സ്പ്രേ, പൗഡർ ഒന്നും തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് എൻ്റെ മകൾ അപർണ, 3ാമത്തെ സാക്ഷ്യം. എൻ്റെ മകൾ അപർണയ്ക്ക്
BSc നേഴ്സിംഗ് അവൾക്ക് നേഴ്സിംഗ് പഠിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. ഇവളുടെ അച്ഛൻ വളരെ അസുഖമായിട്ട് 14 വർഷത്തോളം കിടപ്പിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾ മാസങ്ങളോളം ആശുപത്രികളിലായിരിക്കും. അപ്പം ആശുപത്രികളിലൂടെ നടന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ 2 മക്കളിൽ ആരെങ്കിലും ഒരാൾ മെഡിക്കൽ പരമായി എന്തെങ്കിലും പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ഇഷ്ടം. എങ്കിലും ഞാൻ ഒത്തിരിയേറെ നിർബന്ധിച്ച് അവളോട് പറഞ്ഞു, മോളെ നീ നേഴ്സിങ്ങിനെങ്കിലും കൊടുക്കുക. അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പോയി ചേരുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും BSc നേഴ്സിങ്ങിനും ഇട്ടിരുന്നു. അപ്പം നേഴ്സിങ്ങിന് കോട്ടയം തലയോലപ്പറമ്പിലായിരുന്നു അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. 1-ാം വർഷം അവൾ തന്നെ പഠിച്ച് എങ്ങനെയൊക്കെയോ പാസ്സായി. 2-ാം വർഷം തുടങ്ങി അവൾ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ഞാൻ എന്തായാലും ജയിക്കില്ല, ഞാൻ തോറ്റുപോകും, വളരെ ബുദ്ധിമുട്ടാണ് അമ്മേ പഠിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും അവൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടി വന്ന് നിറച്ച വസ്തുക്കളെല്ലാം അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. ചെറിയ കാശുരൂപവും തൈലവും ഉപ്പും തേനുമെല്ലാം കൊടുക്കുമായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് ഞാൻ അവളുടെ കോളേജിൽ പോകുമ്പം അവിടുത്തെ കുട്ടികൾക്കെല്ലാം പത്രം കൊടുക്കുകയും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തു. അതിലൂടെ അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ അവൾ 4-ാം വർഷവും പാസ്സായി. അവൾ ജോലി ചെയ്യുകയായിരുന്നു. ജോലിയും ചെയ്ത് ഇപ്പോൾ MScക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ പേര് അപർണ. എനിക്ക് BSc നഴ്സിംഗ് ഇഷ്ടമല്ലാതെയാണ് ഞാൻ പഠിക്കാൻ പോയത്. ആദ്യത്തെ വർഷം ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. കഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെ പഠിച്ചു, ജയിച്ചു. 2-ാമത്തെ വർഷം തുടങ്ങി ഇത് എനിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോരണം എന്നായിരുന്നു. പിന്നെ ഒത്തിരി കഷ്ടപ്പാടായ സമയത്തായിരുന്നു അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി കാശുരൂപം അതൊക്കെ വെച്ചിട്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നീട് അവിടുത്തെ ഉടമ്പടി തൈലമൊക്കെ തരുമായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഉടമ്പടി കാശുരൂപം എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ തൈലമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതിലൂടെ 1 വർഷം പോലും എനിക്ക് സപ്ലി ഇല്ലാതെ എല്ലാ വർഷവും ഞാൻ എല്ലാ എക്സാംസിനും പാസ്സായി. BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് എൻ്റെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ നാട്ടിൽ ഏകദേശം എന്നെ അറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് വീടിന് ചുറ്റും എൻ്റെ പരിസര പ്രദേശത്ത് എവിടെയായാലും ഞാൻ അന്യസംസ്ഥാനത്തിൽ പോകുമ്പോൾ പോലും അവിടെയുള്ള പത്രം വരെ മേടിച്ചുകൊണ്ട് പോയി ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു തന്നെ ചെയ്യും. എല്ലാവരും എന്നെ പരിഹസിക്കുകയും എപ്പോഴും കൃപാസന മാതാവിൻ്റെ ആളെന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനതൊന്നും എപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം മാതാവിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അത് നിർത്തിയിട്ടില്ല. ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ കപ്പേളകളിലൊക്കെ കിടക്കുന്ന പത്രങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കും. ഞാനതെല്ലാം പോയി, ഞാനും എൻ്റെ ഒരു അനിയത്തിയുടെ മോളുണ്ട്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ഞാനും കൂടെ പോയി. മോളെപ്പോഴും എൻ്റെ അടുത്തില്ല, അവൾ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവളില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ എപ്പോഴും ഈ പത്രങ്ങളെല്ലാം പെറുക്കി ഓരോ സ്ഥലങ്ങളിലും നടന്ന് ഓരോ വീടുകളിലായിട്ട് കൊടുക്കും. എപ്പോഴും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന, ഞാൻ മാത്രം ജോലി ചെയ്താണ് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത്. ഞാൻ തയ്യൽ പഠിപ്പിക്കുകയാണ്. കുറച്ച് വീട്ടിലിരുന്ന് തയ്ക്കുകയും ചെയ്യും. അപ്പം ഞാനൊരു കോൺവെൻറ്റിൽ തയ്യൽ പഠിപ്പിക്കുന്നു. അപ്പം അത് എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഓഹരിയും ഞാൻ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എന്താവശ്യമെന്ന് പറയുന്നതോ, ഞാൻ പോകുന്ന വഴിക്ക് ആഹാരമായിരിക്കും, എന്തെങ്കിലും വസ്ത്രമായിരിക്കും, അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഒത്തിരി പേരെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് എൻ്റെ അയൽ വീട്ടിലുള്ള ഒത്തിരി പേർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായിട്ട് വന്ന് സാക്ഷ്യം പറയും. എല്ലാ മാസം എന്നോണം ഞാൻ ഒത്തിരിയേറെ പേരെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നതല്ല, മാതാവ് അവരുടെ കൂടെ, ഞാൻ പത്രം കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് പറയും, മാതാവേ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കൈകളിൽ എത്തണമേ. ഞാൻ എങ്ങനെയാണോ ഈശോയെ മാതാവിനെ അറിഞ്ഞത് അതുപോലെ അവർക്കും സ്വന്തമായിട്ട് വരാൻ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. ഇങ്ങോട്ട് നിർബന്ധമായിട്ടൊന്നും ഞാൻ
എങ്ങനെ പറഞ്ഞു കൊണ്ടുവരാറില്ല. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്, നിങ്ങൾ ചെന്നാൽ എന്തായാലും നിങ്ങൾക്കൊരു കൃപ കിട്ടാതിരിക്കുകയില്ല. മാതാവ് ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് കൃപ തീർച്ചയായിട്ടും വാങ്ങിത്തരും, നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും കൂട്ടായിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ സ്വന്തം അമ്മയെപ്പോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഞാൻ പറയും. ഞാൻ യാത്രാവേളകളിൽ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും സംസാരിക്കും. പലരും പരിഹസിക്കാറുണ്ട്, മുസ്ലിം സഹോദരങ്ങളായാലും അവരൊക്കെ പത്രം കൈനീട്ടി വാങ്ങാറുമുണ്ട്. അവരൊന്നും പുച്ഛിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നോട് വഴക്ക് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താമസിക്കുന്നത് ക്രിസ്ത്യൻസ് ഒത്തിരിയേറെ ഉള്ള സ്ഥലങ്ങളിലാണ്. അവർക്കില്ലാത്ത വിശ്വാസമാണോ എനിക്കെന്ന് ചോദിച്ച് എന്നോട് വല്ലാതെ ചിലപ്പോഴൊക്കെ പരിഹസിക്കാറുണ്ട്, ചില വീടുകളിലൊക്കെ പത്രം കൊടുക്കാനായിട്ട് പോകുമ്പം. അതുകൂടാതെ ഒത്തിരി പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുമ്പം ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പം വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ എവിടെയും മുല്ലയൊന്നും കാണുന്നില്ലല്ലോ, ഇത്രയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരാനായിട്ട് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്തില്ല. അതിനുശേഷം ഞാൻ പിന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോഴും എനിക്ക് ആ ഉടമ്പടി എടുക്കാനായിട്ട് ഉടമ്പടി ഹാളിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെയൊന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് മുല്ലപ്പൂവൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ അവിടെയും എനിക്ക് ഒത്തിരി നല്ലൊരു സുഗന്ധം കിട്ടി. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ തന്നെ, അവിടെ മുല്ലപ്പൂവൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂവൊന്നുമില്ല, അല്ലാത്ത പൂക്കളുണ്ട്, മണം അങ്ങനെയുള്ള പൂക്കളല്ലായിരുന്നു. ഞാൻ എല്ലായിടത്തും പോയി നോക്കി. എനിക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ വെച്ചും സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ രൂപവും മാതാവിൻ്റെ രൂപവും റോസാപ്പൂവിൻ്റെ രൂപവും എല്ലാം ഇതിൽ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തെ ഇത്രയേറെ എപ്പോഴും അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ അധികം ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും ചോദിക്കാറില്ല. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ, എൻ്റെ വിശ്വാസത്തെ മറ്റാരും പറിച്ചുകൊണ്ട് പോകാത്ത വിധം എന്നെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ഈ വിശ്വാസം ഉണ്ടാകണമേ എന്ന് മാത്രമാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കർത്താവിനോട് മറ്റുള്ളവരെ ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പി നമ്മെ ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു അമ്മയുടെ വാത്സല്യവും കരുണയുമാണ് നാം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ഒരമ്മ ഈശോയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് കൃപാസനം അമ്മ നമ്മെ നയിക്കുന്നത്. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല എന്നാണ് വചനം പറയുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ ആ വഴികൾ സുഗമമാക്കി തരുന്ന, നമ്മളെ കാലിടറാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഉടമ്പടിയിലൂടെ ആ സുഗമമാക്കുന്ന ആ ദൈവത്തിലേക്കാണ് നാം ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അനീറ്റ എന്ന സഹോദരിയും മകൾ അപർണയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് മകതനെയാണ്. ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച ആ അനുഗ്രഹങ്ങളെപ്പറ്റി 25 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു മൈഗ്രെയിൻ ഹെഡേക്കായിരുന്നു. ആ രോഗം വന്ന് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി, മിക്കപ്പോഴും പല ആഴ്ചകളിലും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. പക്ഷെങ്കിൽ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നപ്പോഴാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. ആ സഹോദരി പറയുകയുണ്ടായി, ആദ്യം പരിശുദ്ധ അമ്മയെ പറ്റി കേട്ടത് ഒരു പത്രത്തിൽ കൂടിയാണ്. പത്രം കിട്ടി, അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ മകൻ ഒരു ട്രോളാണ് തന്നത്.
അതും കൃപാസനത്തിനെതിരായിട്ട് പത്രത്തെപ്പറ്റി ഇഷ്യൂ ആയിട്ട് ആരോ എവിടെയോ ചെയ്ത ഒരു ട്രോളാണ് മകൻ കൊടുത്തത്. പക്ഷേ ആ ട്രോൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് അതിൻ്റെ മറുപടിയായിട്ട് അമ്മ മാതാവ് തന്നെയാണ് ഈ സഹോദരിയെ വേറൊരു സാക്ഷ്യം കൽപ്പിച്ചത്. അതായത് നമ്മളെല്ലാവരും കേട്ട് കാണും, ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു ചേച്ചി മരിക്കാനായിട്ട് ഒരു ട്രെയിൻ വരാനായിട്ട്, ആ ട്രെയിനിൻ്റെ പേര് ട്രെയിനിൻ്റെ പേര് മാവേലി എക്സ്പ്രസ് വരാനായിട്ട് കാത്തിരിക്കുകയും അവിടെ ഒരു കൃപാസന പത്രം കിട്ടുകയും പിന്നീട് ആ ചേച്ചി ഇവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്ത് അതിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തെപ്പറ്റി ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഈ സഹോദരിക്ക് കിട്ടിയത്. പിന്നീട് പെട്ടെന്ന് തന്നെ അത് അമ്മയുടെ ഒരു ഇടപെടൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മകൻ ട്രോൾ കൊടുക്കുകയും മാതാവ് ഈ സാക്ഷ്യം കേൾപ്പിക്കുകയും കൂടിയാണ്. അവിടെ തന്നെ ആദ്യത്തെ ഒരു അമ്മയുടെ ഇടപെടൽ മനസ്സിലായി. പിന്നീട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ സാധിക്കുകയും അത് വീട്ടിൽ പോലും പറയാതെ വന്ന് ഉടമ്പടി എടുത്തത് അക്രൈസ്തവ മക്കളാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. 25 വർഷത്തിൻ്റെ നടക്കാതിരുന്ന കാര്യമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പല മരുന്ന് ഉപയോഗിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു ഫലമുണ്ടായില്ല. നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലവും കാശുരൂപവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെയാണ് 30 വർഷം ഉണ്ടായിരുന്ന അലർജിയാണ്. തൈരോ മാംസഭക്ഷണങ്ങളോ എന്ത് കഴിച്ചാലും ശരീരം മുഴുവനും ഒരു തടിപ്പും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അലർജി. അത് 30 വർഷം നീണ്ടു നിന്നു. അവിടെയും ഉടമ്പടി എടുത്ത ഉടനെ അത് കാണിക്കുവാനായിട്ടാണ് ഒരു ചെറിയ ഒരു മാർക്ക് കാണിച്ചത്. അങ്ങനത്തെ ഒരു അലർജി ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു അലർജി ആയിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ കലർത്തി അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. പിന്നെ ആ ഉപ്പിട്ടാണ് കുളിച്ചത്. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് മകൾ അപർണയുടെ കാര്യമാണ്. BSc പഠിക്കുവാനായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. മകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, നല്ല ഭയമുണ്ടായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈശോയുടെ ഗ്രേസ്, ഈശോയുടെ കൃപയുണ്ട് നമ്മുടെ കൂടെ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ ഈ മകൾക്ക് BSc എക്സാം പാസ്സാകാൻ സാധിക്കുകയും ഇപ്പോൾ MScക്ക് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ നമ്മുടെ ഒരു വലിയ ഇടപെടലാണ്, സാന്നിധ്യമാണ്. പക്ഷേങ്കിൽ ഈ ചേച്ചി ആദ്യം ചെയ്തത് ഉടമ്പടി വിശ്വാസത്തിലുപരി വിശ്വസ്തതയായിരിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ഉണർവാണ്, ഒരു പ്രചോദനമാണ് മനസ്സിലായത്. എനിക്ക് വിശ്വസ്തതയോടെ ഉടമ്പടി പാലിക്കാൻ സാധിക്കുമോ എന്ന്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പത്രങ്ങൾ മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. യെസ്, എനിക്കിത് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ആ വിശ്വാസത്തോടു കൂടിയാണ് സഹോദരി അനിറ്റ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. തീർച്ചയായിട്ടും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്നാണ് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് പറഞ്ഞത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമാണ്. സുഗന്ധാഭിഷേകത്തിലൂടെയും തിരിയിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പൂവിൻ്റെ രൂപത്തിലും ഹാർട്ടിൻ്റെ രൂപത്തിലും അച്ഛനെ സ്വപ്നം കാണുവാനൊക്കെ സാധിച്ചതൊക്കെ അത് ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത്. അവിടെയും ഒരു വലിയ കൃപയായിട്ട് തിരിയിലും സുഗന്ധാഭിഷേകത്തിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അമ്മ കൂടിയുണ്ടെന്നുള്ളൊരു സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസവും വിശ്വസ്തതയും ഉള്ളപ്പോഴാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനം പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥിച്ചതെല്ലാം ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് സാക്ഷ്യം പൂർത്തിയാക്കുന്നതും എൻ്റെ ഈ ഉടമ്പടി ജീവിതം നിത്യതയിൽ വരെ എത്തിക്കണമെന്നും അമ്മ കൂടെ ഉണ്ടായിരിക്കണമെന്നും മറ്റുള്ളവരെയും കൂടി അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം. ബൈബിള് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നും അമ്മയുടെ ഇഷ്ടം നടത്തി എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാനുഷികമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമാണ്, പിന്നീട് ആത്മീയമായ ഒരു പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പാണ്, ഒരു വ്യക്തിബന്ധമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നിത്യതയെ പറ്റി ചിന്തിക്കുകയും
ആരെന്തൊക്കെ പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ ആർക്കു വേണ്ടി പത്രം കൊടുക്കുന്നു എന്നുള്ള വിചാരം. അക്രൈസ്തവയായ ഈ മകൾ പറഞ്ഞത്, മറ്റ് അക്രൈസ്തവരായ മക്കൾ സന്തോഷത്തോടെ കൃപാസനം പത്രം സ്വീകരിക്കും. അത് സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. മറ്റുള്ളവർ വേറൊരു രീതിയിലുള്ള ഒരു റിയാക്ഷനാണെന്നും ഒക്കെ അതൊക്കെ പറയുമ്പോഴും ഒരു പരിഭവമില്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരും കൂടെ ആ ദൈവത്തെ അറിഞ്ഞ് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന വിശ്വാസത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ആ ദൈവസ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ ദൈവം എങ്ങനെ ഇവരെ അനുഗ്രഹിക്കാതിരിക്കും? നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ യാത്ര സുഗമമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമാക്കും. അവർക്ക് കാലിടറുകയില്ല. കാലിടറാതെയുള്ള ആ സുഗമമായ ജീവിതയാത്രയിലേക്ക് ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാം. പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനിതയ്ക്കും അപർണയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.